നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നത്. 3 ക്വസ്റ്റ്യൻസ് 4 മാർക്സിന് 3 ക്വസ്റ്റ്യൻസ് ആണ്. ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ 0.55 milligram of electrons. First questions. Number of moles present in 0.05 milligram of electrons. Okay. ഒരു ഇലക്ട്രോണിന്റെ മാസ് എത്ര? ഒരു ഇലക്ട്രോണിന്റെ മാസ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് ഓഫ് 1 electron is equal to, first problem, mass of 1 electron. (9.1 into 10 raised to minus 28 gram. Again 9.1 into 10 raised to minus 28 gram ആണ് mass of 1 electrons. ഗ്രാമിൽ, മില്ലിഗ്രാമിലാണെങ്കിൽ 9.1 into 10 raised to minus 25 milligram is the mass of 1 electron. Mass of 1 electron. So the questions, determine the number of moles present in 0.55 milligram of electrons. നമുക്ക് എന്ത് നോക്കാം? Then 0.55 milligram of electrons എന്നത് എത്ര നമ്പർ ഇലക്ട്രോൺസ് ആണ് നോക്കണം. റൈറ്റ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു given mass is 0.55 divided by mass of 1 electron. തന്ന മാസിനെ ഒരു ഇലക്ട്രോണിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാം. ഒന്നുകൂടെ പറയണം. തന്നിട്ടുള്ള മാസിനെ ഒരു ഇലക്ട്രോണിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ ടോട്ടൽ ഇലക്ട്രോൺസ് എത്ര എന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും. സിംപ്ലി. ഓക്കെ, അപ്പൊ ഹിയർ തന്നത് 0.55 milligram. ഒരു ഇലക്ട്രോണിന്റെ മാസ് 9.1 into 10 raised to minus 25. This is equal to 55 by 9.1 into 10 raised to 23. This is equal to 6.02 into 10 raised to 23. 6.022 into 10 raised to 23 ഇലക്ട്രോൺ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ 0.55 milligram contained, 0.55 milligram of electrons contained 6.022 into 10 raised to 23 electrons. That is 1 mole electrons. So answer is 1 mole. Okay. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, നമ്മൾ സ്ട്രക്ചർ ഓഫ് എംപിരിക്കൽ ഫോർമുല ഓഫ് ഇലക്ട്രോൺസ് ഫോർമുല ഈസ് ഇലക്ട്രോണിന്റെ മാസ് 9.1 into 10 raised to minus 28 gram ആണ്. ഹിയർ മില്ലിഗ്രാമിൽ തന്നുകൊണ്ട് 9.1 into 10 raised to minus 25 milligram is the mass of 1 electrons. ടോട്ടൽ തന്ന മാസ് 0.55 milligram ആണ്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ മാസിനെ ഒരു ഇലക്ട്രോണിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടി. ദാറ്റ് ഇസ് 6.022 into 10 raised to 23 എണ്ണം ഇലക്ട്രോൺസ്. That is 1 mole of electrons. The first part of the questions. Then question 2. Give the empirical formula. Already last question discuss ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. So first glucose ആണ് C6H12O6. Carbon, hydrogen, oxygen 6, 12, 6. Simple ratio 1:2:1. So empirical formula is equal to CH2O. ഓക്കെ, ഇതിന്റെ സിമ്പിൾ റേഷ്യോ എടുത്തു. ആക്ച്വൽ നമ്പറിന്റെ സിമ്പിൾ റേഷ്യോ 6, 12, 6. ദാറ്റ് ഈസ് 1:2:1. ദാറ്റ് ഈസ് CH2O. Then question 2. C6H6. 6:6. Then simple ratio is 1:1. So empirical formula is equal to CH. Right. CH3COOH. CH3COOH. ഇതിനെങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 2 കാർബൺ C2, 4 ഹൈഡ്രജൻ H4, 2 ഓക്സിജൻ O2. C2H4O2. 2:4:2. Simple ratio 1:2:1. So empirical formula is CH2O. Clear?
Then next C6 H6Cl6. Direct C6 H6 Cl6 6:6. Simple ratio 1:1:1. The numerical formula is equal to CHCl. Okay. Simple ആണ്. Simplest whole number ratio നോക്കിയിട്ട് കറക്റ്റ് എഴുതാനേ ഉള്ളൂ. ഡയറക്റ്റ് കിട്ടി. Then third questions. Two elements, carbon and hydrogen, combined to form മൂന്ന് compounds. ethene, ethene, ethyne. Ethane and ethene, then ethyne. Identify the law illustrated here. Just ഏത് law ആണ്? സോ ഈ മൂന്ന് കോമ്പൗണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള എലമെന്റ് ഏതൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും. സോ കാർബണും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് മൂന്ന് കോമ്പൗണ്ട്സ് C2H6, C2H4, C2H2. So two different elements can combine to form more than one product. ഇത്തരം കോമ്പിനേഷനുകളെ ഗവേൺ ചെയ്യുന്ന ലോയുടെ പേരെന്താണ്? That law is called law of multiple proportions. ഓൾറെഡി തൊട്ട് മുന്നൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു, രണ്ട് നൈട്രജൻ NO2 NO ഫോം ചെയ്തൊരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ഓക്കെ.